ലയ, പുതിയ സ്കൂളാണ്. അവിടുത്തെ കുട്ടികളായിട്ടൊന്നും വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. എല്ലാവരോടും നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആയി നിൽക്കണം. ഓക്കെ അമ്മേ, ഞാനിപ്പോഴും കുട്ടിയൊന്നും അല്ലല്ലോ എല്ലാവരോടും പോയി വഴക്കുണ്ടാക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എന്നാ അമ്മേ, ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ, ടൈം ആയിട്ടുണ്ട്, ബസ് വരാനായി. ആ മോളെ, നോക്കി പോയി വാ. ആ ഓക്കെ അമ്മേ, ബൈ. ബൈ. അല്ല, റീന ഇതുവരെ വന്നില്ലേ? അവളെവിടെ ഒന്നും കാണാനില്ലല്ലോ. അയ്യോ, ഇനി അഥവാ ബസ് പോയിണ്ടാവുമോ? 9 മണിക്കാ ബസ് എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട്. ചിലപ്പോ അവള് വരാറാവുണ്ടാവുള്ളൂ. അല്ല, ഇവളേതാ? ഞങ്ങൾ സ്കൂളിലെ യൂണിഫോം ആണല്ലോട്ടുള്ളത്. ചിലപ്പോ പുതിയ അഡ്മിഷൻ ആയിരിക്കും. ഇവനെന്താ ഇങ്ങനെ നോക്കുന്നത്? ഇവനെന്താ ഒരു പെൺകുട്ടി ആദ്യമായി കാണുകയാണോ? ഒരു കോഴിയാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. ലയ, നീ വന്നോ? ഇപ്പഴാ ഒന്ന് സമാധാനമായത്. അല്ല, നീ കുറെ നേരമായോ വന്നിട്ട്? പിന്നല്ലാതെ കുറെ നേരമായി വന്നിട്ട്. അല്ല, നീ എന്തിനാ എത്ര നേരത്തെ വന്ന്? ഞാനിനി ബസ് പോകണ്ടല്ലോ എന്ന് കരുതി നേരത്തെ വന്നതാ. ഓ അങ്ങനെ. എന്തായാലും ഇനി മുതൽ ഇത്ര നേരത്തെ ഒന്നും വരണ്ട. നീ ഇവിടെ നിന്ന് വെറുതെ പോസ്റ്റ് ആവൂലേ? അതെ, ഇനി മുതൽ ഞാൻ നേരത്തെ വരില്ല. ഡാ ജിം, ഹായ്. എന്താടാ ഒന്ന് മെയിൻ ചെയ്യാതെ നിൽക്കുന്നേ? റീനു, നീ വന്നോ? ഞാൻ നീ വന്നത് കണ്ടില്ല, അതാ. അല്ല റീന, നിനക്ക് ഇവനെ അറിയോ? പിന്നെ അറിയാതെ, അവൻ നമ്മുടെ ക്ലാസ്സിലാ. നമ്മുടെ ക്ലാസ്സിലോ? അതെ. അല്ല, നീ എന്താ ചോദിച്ചേ? അത് പിന്നെ ഒന്നല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. അതെ, ബസ് വരുന്നുണ്ട്. ജൂലി, റീനയുടെ അടുത്തിരിക്കുന്നത് ആരാ? അവളോ? അവള് പുതിയ അഡ്മിഷനാ. പുതിയ അഡ്മിഷനാണോ? റീന ഇതുവരെ ഒറ്റക്കായിരുന്നു. ഇപ്പൊ അവൾക്കൊരു കൂട്ടായല്ലോ ജൂലി. അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് അവർക്ക് 2 പേർക്കും കൂടിയിട്ട് പണി കൊടുക്കാലോ. യാ ജൂലി. കാതൽ வைத்து காத்திருந்தேன், காற்றில் உந்தன் குரல் மட்டும் கேட்டிருந்தேன், சிரித்தாய் ജൂലി, ഒന്ന് അങ്ങോട്ട് നോക്ക്. നിന്റെ ജിം അത് അവളെ നോക്കിയിരിക്കുന്നു. വാട്ട്? നീ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് വിശ്വാസമല്ലെങ്കിൽ നീ ഒന്ന് അങ്ങോട്ട് നോക്ക്. വാ